ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും ഒരു മേജർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഗയെ പറ്റിയിട്ടാണ്. ആൽഗെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുക? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൽഗയെ? നമ്മളെല്ലാവരും കാണുന്നത് തന്നെയാ. നമ്മൾ പുഴയോരത്തും വഴിയോരത്തും പായൽ പിടിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അടുത്തുമൊക്കെ ഒരു പച്ച കളറ് നല്ല വല പോലെ കാണുന്ന ഒരു നെറ്റ്വർക്ക് ഇല്ലേ, അതിനെ നമ്മൾ ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഗെ. ആൽഗെ എന്ന് പറയുമ്പോൾ താലോഫൈറ്റ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. താലോഫൈറ്റ എന്ന് പറഞ്ഞാൽ എന്താ? താലോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ there is no differentiation of stem, leaf and roots അല്ലേ? അപ്പോ ഈ ഗ്രൂപ്പിൽ എന്തുണ്ടാവില്ല? ലീഫ് ഇല്ല, സ്റ്റെം ഇല്ല, റൂട്ട് ഇല്ല. അപ്പൊ ഇതൊന്നുമില്ലാത്ത ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോ ഈ ആൽഗെ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഗ്രൂപ്പിലായിരുന്നാന്ന് പറഞ്ഞല്ലേ. അപ്പൊ പ്ലാന്റ്സിന് മാത്രമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ക്യാരക്ടർ എന്താ? ക്ലോറോഫിൽ ബിയറിംഗ് ആണല്ലേ. അതെ, പച്ച നിറം കൊടുക്കുന്ന ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള വളരെ സിമ്പിൾ സ്ട്രക്ചർ ഉള്ള ഒരു അക്വാറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ ഒരു ക്യാരക്ടർ ക്ലോറോഫിൽ ബിയറിംഗ് ആണ്. പിന്നെന്താ പറഞ്ഞേ? സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. മോസ്റ്റ്ലി ഇവരെങ്ങനെയാണ്? അക്വാറ്റിക് ആയിരിക്കും അല്ലേ. ഈ അക്വാറ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വരാം. മറൈനും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്, മറൈനായിട്ടും കാണപ്പെടുന്നുണ്ട്. നമ്മള് കോമൺ ആയിട്ട് പറയുന്ന ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് ഈ ഗ്രൂപ്പ് ബെയർ ചെയ്യുന്നത്. ഇനി ആരാ ഈ ടേം കോയിൻ ചെയ്തത്? ലിനേസിനെ അറിയാലോ. ലിനേസ് ആണ് ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ട് ഈ ആൽഗിനെ പറ്റി. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൽഗൽ സ്റ്റഡീസിനെ നമ്മൾ ഫൈക്കോളജി എന്നാണ് പറയുന്നത്. ഫൈക്കോളജി. ഇനി ഈ ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഇവരുടെ അതർ ഫോം സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ഫോം എന്ന് പറയുന്നത് ഭയങ്കര എന്താ നമ്മൾ പറയാ, വാസ്റ്റ് വെറൈറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൊളോണിയൽ തൊട്ട് ഫിലമെന്റസ് ആയിട്ടുള്ള മാസീവ് ഗ്രൂപ്പ് വരെ ഈ ആൽഗയിൽ കാണുന്നുണ്ട്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പോലെ നമ്മളൊരു ബോളൊക്കെ ഇരിക്കില്ലേ, ഒരു ബോളിന്റെ സ്ട്രക്ചർ പോലെ ഇങ്ങനെ ഇത് കൊളോണിയൽ ആയിട്ട് കാണും. അതിനൊരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? പോൾ ബോക്സ്. പോൾ ബോക്സ് കൊളോണിയൽ ഫോമിലായിരിക്കും കാണാം. അതുപോലെ തന്നെ ഫിലമെന്റസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ ഓരോ ഫിലമെന്റ് പോലെ അല്ലെ, ഇങ്ങനെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് യുലോത്രിക്സ്. ഈ ഒരു ഗ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ മാസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഏറ്റവും വലുപ്പത്തിൽ കാണുന്ന ഒരു ഗ്രൂപ്പ്. ആ ഒരു അങ്ങനെയുള്ള ഒരു മെമ്പറും എവിടെ കാണുന്നുണ്ട്? ഈ ആൽഗയിൽ. നമ്മൾ മോസ്റ്റ്ലി ഒരു 70 സ്പീഷീസിനെയാണ് കൂടുതലായിട്ടും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിലെ മാസീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? കെൽപ്സ് എന്ന് പറയും. അപ്പോ ഇതാണ് ഇവരുടെ ഒരു ഫോം ആൻഡ് സ്ട്രക്ചർ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ആൽഗയെ പറ്റി പറയുമ്പോൾ ആൽഗയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മള് വെജിറ്റേറ്റീവ് ഫോമിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ മോഡിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഏതായിരിക്കും? എസെക്ഷൽ മോഡ് അല്ലെ. അപ്പൊ വെജിറ്റേറ്റീവിലും സെക്ഷലും എസെക്ഷലും എന്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ആൽഗൽ ഫോംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഏതൊക്കെ മെത്തേഡ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായും ഇതിന് ഫ്രാഗ്മെന്റേഷൻ വഴിയായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുക. ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫ്രാഗ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓരോ ഫ്രാഗ്മെന്റ് ആയിട്ട് ആ ഫ്രാഗ്മെന്റ് പൊട്ടി വീഴും. ആ ഓരോ ഫ്രാഗ്മെന്റ് മെത്തേഡ്, അതായത് നമുക്ക് കൂടുതലായിട്ട് സ്പൈറോഗൈറ, ഇങ്ങനത്തെ ഫിലമെന്റസ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് നമുക്കത് കാണാൻ പറ്റുക. അതിൽ നിന്ന് ഒരെണ്ണം അടർന്ന് വീണിട്ട് എന്താവുന്നു? ഒരു ആൽഗെ ആയിട്ട് മാറുന്നു. അപ്പോ ഇവിടെ ഫ്രാഗ്മെന്റേഷൻ വരും. ഇനി നമുക്ക് എസെക്ഷൽ മോഡ് നോക്കാം. എസെക്ഷൽ മോഡ് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് സൂസ്പോർസ് ആണ്. ഈ സൂസ്പോർസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രത്യേകത, ഒരു മോട്ടയിലായിരിക്കും. മോട്ടയിലായിട്ട് കാണപ്പെടുന്ന സ്പോർട്സ്. ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി സെക്ഷൽ ഗ്രൂപ്പ്. ഈ സെക്ഷൽ ഗ്രൂപ്പ് 3 ടൈപ്പായിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുക. ഏതൊക്കെയായിരിക്കും?
നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ കൂടെ പറയാം. ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ്. ഓക്കെ, നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഐസോ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ആയിരിക്കും അല്ലെ? ഐസോ ആ സെയിം സൈസിലെ രണ്ട് ഗ്യാമീറ്റ്സ് അവര് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമീറ്റ്സ് ആണ്. അപ്പം സെയിം സൈസിലുള്ള രണ്ട് ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഈ ഐസോഗ്യാമസിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് പറയാം. മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റും കാണും, നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റും കാണും. മോട്ടൈൽ ആയിട്ടുള്ള രണ്ട് ഗ്യാമീറ്റ്സ് നമ്മൾ ഫ്യൂസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയാം? യൂലോത്രിക്സ്. യൂലോത്രിക്സ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. രണ്ടാമത് എന്താ പറഞ്ഞേ? നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ എന്ന് പറയുന്നത്. അപ്പൊ സ്പൈറോഗൈറ എന്ന് പറയുമ്പോൾ നോൺ മോട്ടൈൽ ആയിരിക്കും. നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ്. യൂലോത്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ആയിരിക്കും. അതാണ് ഐസോഗ്യാമസ്. ഇനി അനൈസോഗ്യാമസ്. അനൈസോ അതായത് എന്തായിരിക്കില്ല? സെയിം സൈസ് ആയിരിക്കില്ല. അപ്പൊ സെയിം സൈസ് ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഒരെണ്ണം ലാർജും ആയിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും? സ്മോളും ആയിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ്. അതിനൊരു എക്സാമ്പിൾ ആണ് യുഡോറിന എന്ന് പറയുന്നത്. യുഡോറിന സ്പീഷീസ് ഏതിന് എക്സാമ്പിൾ വരുന്നതാണ്? അനൈസോഗ്യാമസ് ആയിരിക്കും, സെയിം സൈസ് അല്ല. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഊഗ്യാമസ് എന്ന് പറയുന്നത്. ഊഗ്യാമസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഫീമെയിൽ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ഫീമെയില് ഗ്യാമേറ്റ് ലാർജ് ആയിരിക്കും, പക്ഷെ അവർ എന്തായിരിക്കില്ല? മോട്ടൈൽ ആയിരിക്കില്ല, നോൺ മോട്ടൈൽ ആയിരിക്കും. ഫീമെയിൽ ഗ്യാമേറ്റ് നോൺ മോട്ടൈലും മെയിൽ ഗ്യാമേറ്റ് സ്മോൾ ആണ്, പക്ഷെ എങ്കിൽ എന്തായിരിക്കും? മോട്ടൈൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ഊഗ്യാമസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് വോൾ ബോക്സിലും അതുപോലെ തന്നെ ഫ്യൂക്കസിലും. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് ആൽഗയിൽ കോമൺലി കാണാൻ സാധിക്കുക. ഐസോഗമി, അനൈസോഗമി, ഊഗ്യാമി. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന്റെ ആൽഗയിൽ ഗ്രൂപ്പിന്റെ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ആൽഗി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടധികം ഗുണങ്ങൾ, നമുക്ക് ആനിമൽസിനാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും ഒരുപാട് ഗുണമുള്ള ഒരു ഗ്രൂപ്പാണ് പ്ലാന്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പ്രൈമറി നമ്മൾ കാണുന്നത് എന്താ? പ്ലാന്റ്സ് മാത്രമാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുക അല്ലെ? പക്ഷെ അങ്ങനെയല്ല. ഈ ആൽഗി എന്ന് പറയുന്നതാണ് നമ്മുടെ മറൈനിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ഓഫ് ദി എർത്തിന്റെ ഹാഫ് ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷനും നടത്തുന്നത് ഏത് ഗ്രൂപ്പാണ്? ആൽഗി ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ ഒരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പോലെ ആൽഗയുടെ പറയുമ്പോൾ ആദ്യം പ്രൈമറി ആയിട്ട് നമ്മൾ പറയുന്ന ആൽഗയുടെ ഒരു ബെനിഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ. അപ്പം പകുതിയിലേറെയും നമ്മുടെ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ ഫിക്സേഷൻ നടത്തുന്ന ഗ്രൂപ്പാണ് ആൽഗി എന്ന് പറയുന്നത്. രണ്ടാമത് ഇവരുടെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് സൈക്കിളിലെ അല്ലെങ്കിൽ ഒരു ഫുഡ് വെബിലെ എന്താണ്? ഒരു അക്വാട്ടിക് ലൈഫിൽ കേട്ടോ, അക്വാട്ടിക് ലൈഫിന്റെ ഫുഡ് സൈക്കിളിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ആൽഗയാണ്. മൂന്നാമത് ഇവരുടെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫുഡ് ആൻഡ് ഫോഡർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലാമിനേറിയ, സർഗാസം അങ്ങനെയുള്ള സ്പീഷീസിനെ നമ്മൾ ഫുഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ആൻഡ് ഫോഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്താ? ഇവിടെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട് ആൽഗയിൽ. നമ്മളെ ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. എങ്കിൽ കൂടെ ബ്രൗൺ ആൽഗയുടെയും റെഡ് ആൽഗയുടെയും പ്രോഡക്ട്സ് ഹൈഡ്രോകൊളൈഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോകൊളൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടൊരു ടൈം ആയിരിക്കും അല്ലേ? ഹൈഡ്രോകൊളൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോകൊളൈഡ്സ് എന്ന് പറയുന്നത്.
ഹൈഡ്രോകൊളൈഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ആൽഗയാണ്? ബ്രൗൺ ആൽഗേനെയും അതുപോലെ തന്നെ റെഡ് ആൽഗേനെയാണ്. അപ്പോൾ ഈ ബ്രൗൺ ആൽഗെ ആയിട്ടും റെഡ് ആൽഗയും ഒക്കെ നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രൗൺ ആൽഗയിലേക്ക് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കുറെ പ്രൊഡക്റ്റുകളുണ്ട്. ആൽജിക് ആസിഡ് എന്ന് പറയുന്ന ആ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അഗർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോബ്സിനെ ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഐസ്ക്രീം ഒക്കെ ഇല്ലേ, ഐസ്ക്രീം ജെലീസ്, അതിൻ്റെ അകത്തേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് എന്ന് പറയാം അഗർ എന്ന് പറയുന്നത്. ഈ അഗർ നമ്മൾ എവിടെ നിന്നാ പ്രിപ്പയർ ചെയ്യാം? നമ്മുടെ ആൽഗയിൽ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഗെ ഇതുപോലെ ഒരു ഒട്ടനവധി പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒറ്റൊരു കാര്യം കൂടെ പറയാണ്, നമ്മൾ സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടേക്ക് പോകുമ്പോൾ ഫുഡ് വേണ്ടേ? അപ്പം നമുക്ക് സാധാ ഫുഡൊന്നും നമുക്ക് അങ്ങനെ കുറെ നേരം നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പം നമ്മുടെ ഒരു ആൽഗെ ഉണ്ട്, ക്ലോറല്ല എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞൊരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫോമാണ്. പക്ഷെ ഭയങ്കര പ്രോട്ടീൻ ഉള്ള ഒരു ഫുഡ് കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ നമ്മൾ അത് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ആൽഗയുടെ ഒരു മേജർ ആയിട്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ക്ലോറല്ല സ്പീഷീസ് ആണ് നമ്മൾ സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഒരു ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആൽഗയെ പറ്റിയിട്ട് കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ആൽഗെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കാണുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ അക്വാട്ടിക് മാത്രമായിട്ടല്ല, ആൽഗെ ഫഞ്ചി ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഫഞ്ചി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ആ ഒരു ലൈക്കൻ, ആൽഗൽ ഫംഗൽ അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനിമൽസുമായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്ക് സ്ലോത്ത് ബിയറിലൊക്കെ അത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ആൽഗയെ പറ്റിയിട്ട് ചെറിയൊരു നറേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന്